കള്ളന്മാരുടെ വീട് സിനിമയുടെ ഇതിലുണ്ടായിരുന്ന ആളാണ്. എങ്ങനെ കള്ളന്മാരുടെ വീട് സിനിമല്ലേ, ഹുസൈൻ റോണി അതറിയില്ല, അതിലുണ്ടായിരുന്ന ആളാണ്. അപ്പൊ നമ്മളിപ്പോ കുറെ കേസും കാര്യങ്ങളും നമ്മൾ അവന്റെ പേര് നമ്മളത് ഒരു ഇവിടെ ആദ്യത്തറ പ്രതീക്ഷ പറഞ്ഞാറുണ്ട്. അതിലിരുന്നൊരു 78 ലക്ഷം രൂപ. അതുപോലെ ശ്രീകുമാർ പറഞ്ഞ കൊല്ലത്തിന്റെ ആളുടെ 30 ലക്ഷം രൂപ. അങ്ങനെ കുറെ ആളുകളുടെ പൈസ ഇതാക്കിയിട്ട് ഇപ്പൊ അപ്പൊ മറ്റേ ഇവിടുന്ന് മുങ്ങിപ്പോവൻ ആദ്യത്തറയാണ്. ആദ്യത്തറ ഫ്ലാറ്റ്. ഹലോ, അതെ അവൻ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചേർന്നിട്ടുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു. അതിന്ന് അവൻ മുങ്ങിപ്പോവൻ. അല്ല, 3 ദിവസമായിട്ടുള്ളൂ. അതെ, കഴിഞ്ഞ ആഴ്ച അവിടെ ഉണ്ട്, ഞാൻ അന്വേഷിച്ചതാണ്. കഴിഞ്ഞ ആഴ്ച ഉണ്ട്. ഞങ്ങൾ 5 ദിവസമായി പരാതി കൊടുക്കുന്ന. ഇന്നിപ്പോ കുഴപ്പമില്ല, മുങ്ങിയാണെന്ന് ചെന്നപ്പോ 24 ന്യൂസ് എല്ലാ ന്യൂസും വരും. നമ്മളിപ്പോ നല്ല എല്ലാ ന്യൂസുകൾക്കും ബയറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പറ്റിച്ച് പോയപ്പോ എന്റെ നെഞ്ചുരുകി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരെങ്കിലും ഒരാളെ വഴി കൂടെ അവനെ പിടിക്കണം എന്നുള്ളത്. എന്നെ അവൻ എന്തെല്ലാം ഉപദ്രവിച്ചിട്ടാണെന്ന് അറിയോ. ഫസ്റ്റ് തന്നെ എന്നെ ഉപദ്രവിച്ച് ആന്റണിക്ക് നല്ലപോലെ അറിയാം. നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ അങ്ങനെയൊക്കെ ചെയ്ത് പൈസ വാങ്ങി ചെക്ക് തന്ന് പറ്റിച്ച് അവന്റെ വീട്ടിൽ കൊണ്ടുപോയി പട്ടിണിക്കിട്ട് എന്നെ പൈസ തരാന്ന് പറഞ്ഞ് എന്റെ കഴുത്തിനെയും കാലിനെയും ഊരി വാങ്ങിച്ച് അവനും അവന്റെ ഭാര്യയും ചേർന്നിട്ട് വീടുണ്ടോ? ഓനാടെ തറവാടാണെന്നാണ് കേട്ടത്. കരിമ്പയാണ് പോയി എല്ലാരും കൂടി അവിടെ അന്വേഷിച്ചപ്പോ അവിടെ പിന്നെ ഏതോ ലക്ഷം വീട് കോളനിയിൽ ചെറിയൊരു സാധനമുള്ളൂ അത്ര അതിന്റെ ഉള്ളില്. അതെ, ലക്ഷം വീട് കോളനി അതന്നെ. ചെറിയൊരു സിനിമയ്ക്ക് പൈസ ഇറക്കിന്നൊക്കെയാണ്. ഓൻ വാടകയ്ക്ക് താമസിക്കാണ്. ആദ്യം സിനിമയൊന്നും ചെയ്തില്ല. ഓന് ഷീലാമേനെ വെച്ച് സിനിമ ചെയ്യുന്നെന്നും പറഞ്ഞാണ് എന്നെ കോണ്ടാക്ട് ചെയ്തതും. ഫേസ്ബുക്ക് വഴിയാണ്. എനിക്ക് അറിയുള്ളൂ. ഇപ്പൊ കാസ്റ്റിംഗോൾ കാണുമ്പോൾ ഞാൻ വിളിക്കാറുണ്ട്, പല കാസ്റ്റിംഗോളും വിളിക്കാറുണ്ട്. ഞാൻ അഭിനയിക്കാൻ പോകും, ഡബിങ്ങും ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ വിളിച്ചുള്ള ഒരു പരിചയമാണ്. പിന്നെ പ്രൊഫൈൽ ആവശ്യപ്പെട്ടു, പിന്നെ പൂജയ്ക്ക് വിളിച്ചു. ഇതിനകത്ത് തന്നെ ആദ്യത്തെ ഈ കള്ളന്മാരുടെ വീട് ആയിരുന്നില്ല, വേറെ ആയിരുന്നു സിനിമന്റെ. ഓൻ പിന്നെ നിങ്ങളൊക്കെ വെച്ച് എടുക്കുമ്പോഴാണ് അത് പേര് മാറ്റിയത്. ഓനെ ഒരു സ്ഥലത്തും രജിസ്റ്റർ ചെയ്തില്ല എന്നുള്ളതൊക്കെ നമ്മളെ ചതിയിലാണ് വീണെന്നുള്ളതൊക്കെ പിന്നീടാണ് അറിയുന്നത്. അപ്പോഴേക്കും നമ്മളെ കയ്യിൽ അവന്റെ കയ്യിൽ പെട്ട്, ആഭരണം കയ്യിൽ പെട്ട്, പിന്നെ ഭക്ഷണം തരാതെ എത്ര ദിവസം അറിയാം. അവന്റെ വീട്ടിൽ ഞാൻ 7 ദിവസം അവന്റെ വീട്ടിൽ അവന്റെ ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങളും വെച്ചിട്ടാണ് അവിടെ ഫ്ലാറ്റിൽ താമസിച്ചത്. തരികിട അറിയാം, അവന്റെ ഭാര്യയ്ക്ക് അറിയാം. ശരി. അവിടെയാണ് നമുക്ക് പഠിച്ചത്. അവർക്ക് അവന്റെ ഭാര്യ പാവാണെന്നൊരു ധാരണ ഉണ്ടായിരുന്നു നമുക്ക്. പക്ഷെ ഇപ്പൊ അറിയോ, ഇത് കഴിഞ്ഞപ്പോ ഇവന്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്തിരുന്നത് ഞാനാണ്. അപ്പൊ ഇവൻ ചെറിയ ഫ്രോഡാന്ന് മനസ്സിലായപ്പോ തന്നെ ഞാൻ മാറി നടക്കാൻ തുടങ്ങി. അപ്പൊ സംഭവം മറ്റേ ബാക്കി എല്ലാരും നമ്മുടെ കൂടെ ഉണ്ട്. ശ്രീകുമാർ, ക്യാമറാമാൻ, പ്രൊഡക്ഷൻ കൺട്രോളർ എല്ലാരും ഉണ്ട് കൂടെ ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ഷെരീഫിന്റെ ആധാരം അടക്കം പോയിട്ട് അയാള് 78 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അയാളുടെ ആധാരം അടക്കം പോകാനൊക്കെ വീട്ടിൽ നിന്ന് അയാൾ പുറത്തേക്ക് കുട്ടികളെ കൊണ്ട് ഇറങ്ങേണ്ട അവസ്ഥയിലായപ്പോ നമ്മൾ അയാളുടെ കൂടെ നിൽക്കുകയാണ് നമ്മുടെ ന്യായം. കാരണം ഞാനൊരിക്കലും നാട്ടിൽ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഒന്നുമല്ല, നമ്മളൊരു സാമൂഹ്യ പ്രവർത്തനമാണ് നാട്ടില്. അപ്പൊ എനിക്ക് ഇവനെങ്ങനെ കണ്ടുപരിചയം അല്ലാതെ എനിക്ക് ഇവനെ പറ്റിയിട്ട് വേറെ പേഴ്സണായിട്ട് നടത്തി ഉഷാന്നുള്ള പേര് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. പൈസ പോയിട്ടുണ്ട് എന്നൊക്കെ എനിക്ക് അറിയാം. അപ്പൊ എനിക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ നമ്പറോ കാര്യങ്ങളോ അല്ലെങ്കിൽ സംവിധാനങ്ങളോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ എന്നാണ് എനിക്ക് നമ്പർ കിട്ടിയത് നിങ്ങളെ. അപ്പൊ നമ്മളിപ്പോ കോട്ടയത്ത് ഒരു സ്ത്രീയുടെ വാങ്ങിയിട്ടുണ്ട്. അടുത്ത് പുതിയ സിനിമയ്ക്ക് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. ഒരു ആ ചേച്ചി കോട്ടയത്ത് ആ ചേച്ചി ഞാൻ വിളിച്ചു. ആ ചേച്ചി എന്നെ വിളിച്ചിരുന്നു. കുറെ ആളുകളുടെ പൈസ കിട്ടി നടക്കണത്. അപ്പൊ നിങ്ങള് പരാതി കൊടുത്തോളൂ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു സ്ഥിതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ വിവരങ്ങൾ കൃത്യമായിട്ടൊന്ന് അറിയാനും നിങ്ങൾക്കത് ലീഗലി അന്ന് കേസ് കൊടുത്തിരുന്നോ? ഞാന് അഡ്വക്കേറ്റിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അഡ്വക്കേറ്റിനെ കണ്ട കാര്യങ്ങൾ അവതരിപ്പിച്ചു. അഡ്വക്കേറ്റ് അവനെ വിളിക്കുകയും ചെയ്തിരുന്നു. അവൻ ഞാൻ പറയുന്ന കാര്യങ്ങളും അവിടെ നടന്ന കാര്യങ്ങളിൽ നേരെ ഓപ്പോസിറ്റാണ് അഡ്വക്കേറ്റിനെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്.
നേരെ ഓപ്പോസിറ്റ്. അതായത് അവനെ ഞാൻ ചതിച്ചു എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാന്ന് വെച്ചാല് അവന് സിനിമ ഫീൽഡിൽ അവൻ എത്രയോ വർഷമായിട്ട് സിനിമ നിർമ്മാതാവായിട്ട് സിനിമ ഫീൽഡിൽ ഉള്ള ഒരാളാണ്. ഞാൻ അവനെ ചതിച്ചതെന്ന് പറയുന്നത് അവൻ പിന്നെ എനിക്ക് അതിൻ്റെതായിട്ടുള്ള തെളിവുണ്ട്. സ്റ്റേഷനിൽ അവൻ കൊടുത്ത തെളിവുകൾ സ്റ്റേഷൻ നയിച്ച് തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റേഷനിൽ നടക്കാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ വനിതാ കമ്മീഷന് കൊടുത്തു. വനിതാ കമ്മീഷന് സ്റ്റേഷനിൽ റിപ്പോർട്ട് വെച്ചപ്പോൾ അവൻ പറഞ്ഞിരിക്കുന്നത് അവൻ എത്രയോ വർഷം ഈ ഫീൽഡിലുള്ള ആളാണ്. അവന്റെ സിനിമാ മേഖലയിലുള്ള ആളുകളോട് ഞാൻ അവനെ പറ്റി മോശം പറഞ്ഞ് പറഞ്ഞത് കൊണ്ട് അവന് സിനിമ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനിപ്പോ അവന് നഷ്ടപരിഹാരം കൊടുക്കേണ്ട രീതിയിലാണ് അവൻ പറഞ്ഞിട്ടുണ്ടാക്കിയത്. അത് പിന്നെ പൊതുവെ അവൻ അങ്ങനെയാണ്. അവന്റെ എന്നെ പറ്റി പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തില് ഒരു സൂര്യാത്ത ഒരാളാണ്. അതായത് ഞാൻ രാഷ്ട്രീയക്കാരൻ കൂടിയാണ്. അപ്പൊ എന്താ വെച്ചാൽ രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ ഉണ്ടാവും. അല്ലാതെ അപ്പുറത്തേക്ക് ഞാനൊരു വേറെ കേസുള്ള കാര്യങ്ങളോ ആരെയും കട്ടിട്ടോ പിടിച്ചിട്ടോ ഒന്നുമില്ല. എന്നിട്ട് അവൻ വേണ്ടാധീനം പറയുണ്ടാക്കി. അതേമാതിരി അവൻ ബിജുക്കുട്ടനെ പറ്റിയിട്ട് പോസ്റ്റ് ഇട്ടു മിഞ്ഞാന്ന്. മറ്റേ ബിജുക്കുട്ടന് ഈ സിനിമയുടെ ബാക്കിലുള്ള ഒരു മുഴുവൻ പെണ്ണിനും കള്ളിനും വേണ്ടി മാത്രം കൂടെ കൊണ്ടാണ് അവൻ ഡിലീറ്റ് ചെയ്തത്. ബിജുക്കുട്ടനെ പറ്റി ഓൻ നേരത്തെ ഈ കള്ളന്മാരുടെ വീട്ടിൽ ഷൂട്ട് കഴിഞ്ഞ ഉടനെ തന്നെ 3-4 പോസ്റ്റ് ഇട്ടിരുന്നു. ഈ പോസ്റ്റ് ഞാൻ എടുത്തു വെക്കുകയും ഞാനിത് സ്റ്റേഷനില് ASIക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ അവൻ അവിടെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ അവരോട് പറയുന്നത് ഇത് ഞാനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഉഷ എന്ന് പറഞ്ഞ ആളാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതെ രേഖാമൂലം കൊടുത്തതാണ്. അക്കൗണ്ട് വഴിയാണ് അല്ലെ? അക്കൗണ്ട് ത്രൂ. അതെ അക്കൗണ്ടും ചെക്കും. അപ്പൊ നിങ്ങളിപ്പോ മറ്റേ എന്തെങ്കിലും പരിപാടികളിലാണോ? എന്തെങ്കിലും ജോലിയോ കാര്യങ്ങളോ ഉണ്ടോ? ഞാനിപ്പോ ആങ്ങളുടെ മോന്റെ ഇവിടെ ഹോസ്പിറ്റലിലായിരുന്നു. ഞാനിപ്പോ വന്നേ ഉള്ളൂ ഇന്നലെ. അപ്പൊ ഡെലിവറി സംബന്ധമായിട്ട് കുറച്ച് വർഷം 1.5 മാസമായിട്ട് ഞാൻ അതിന്റെ പുറകെ തന്നെയായിരുന്നു. അപ്പൊ ഇന്നലെ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്നിട്ട് ഇവിടെ മുടുക്കലും പെറുക്കലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇനി എപ്പോഴും വ്യക്തമായിട്ടൊന്ന് സംസാരിക്കാൻ പറ്റും. എപ്പോഴെങ്കിലും ഈ ഫോണിന്റെ അന്നത്തെ കേസ് FIR ഇട്ടിട്ടുണ്ടോന്ന് അറിയോ? അന്ന് കൊടുത്ത ഉണ്ടാവില്ല അല്ലെ? എന്റെ മൊഴി എടുത്താണല്ലോ. മൊഴി എടുത്തിട്ട് FIR ഇട്ടിട്ടുണ്ടാവില്ല അവര്. അപ്പൊ പിന്നെ വിളിക്കുമ്പോഴേക്കും പോലീസുകാർക്ക് പൈസ ഒന്ന് കൊടുക്കല്ലേ? പിന്നെ എങ്ങനെയാ ഒന്നും നടക്കൂലല്ലോ. അതാണ് അവിടെ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ നിലവില് ഞങ്ങളുടെ കണക്കിൽ 1 കോടി രൂപ കയ്യിൽ